സ്ത്രീകൾക്കും കുട്ടികൾക്കും പിടിപെട്ടേക്കാവുന്ന രോഗങ്ങളും അവയ്ക്കുള്ള പ്രതിവിധിയുമായി ഡോക്ടേഴ്സ് വ്യൂ. കൗമാരകാലത്ത് പെൺകുട്ടികളുടെ എന്തൊക്കെ കാര്യങ്ങളാണ് അമ്മമാർ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. കൗമാരകാലം എന്ന് പറയുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലമാണ്. ശൈശവത്തിനും ബാല്യത്തിനും ശേഷം കൗമാരകാലം ഉണ്ടാകുമ്പോൾ ആ സമയത്ത് വളർച്ചയുടെ കാര്യത്തിലായാലും മാനസികമായിട്ടുള്ള കാര്യത്തിലായാലും ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നൊരു കാലമാണ്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികളുടെ കാര്യത്തിൽ അമ്മമാർ നന്നായിട്ട് ശ്രദ്ധിക്കുക. കൗമാരകാലം എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് ഒരു 12 വയസ്സ് മുതൽ 18 വയസ്സിന് ഇടയ്ക്കുള്ള കാലത്തിനെയാണ് നമ്മൾ കൗമാരകാലം എന്ന് പറയുന്നത്. ആ കാലം എന്ന് പറയുമ്പോൾ ശാരീരികമായും മാനസികമായും വൈകാരികമായും ഒരുപാട് മാറ്റങ്ങൾ പെൺകുട്ടികൾക്കുണ്ടാകുന്ന സമയമാണ്. ഒരു 8 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് തന്നെ അവരുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നു. സ്തനങ്ങൾക്ക് വലിപ്പം വെച്ച് തുടങ്ങുന്നു, അതുപോലെ രോമവളർച്ച കൂടുതലായിട്ടുണ്ടാകുന്നു. അങ്ങനെ പലതരത്തിലുള്ള മാറ്റങ്ങൾ ശരീരത്തിലുണ്ടാകുന്നു. സാധാരണയായിട്ട് സ്തനങ്ങൾക്ക് മാറ്റം വരികയും രോമവളർച്ചയൊക്കെ കൂടുകയൊക്കെ ചെയ്യുന്ന കാലത്തിന് ശേഷം ഒരു 2-2.5 വർഷത്തിന് ശേഷമാണ് ആദ്യമായിട്ട് പെൺകുട്ടികൾക്ക് ആർത്തവം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കുക, ഒരു 2-2.5 വർഷത്തിന് ശേഷം പെൺകുട്ടികൾക്ക് ആർത്തവം ഉണ്ടാകാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് നേരത്തെ തന്നെ പെൺകുട്ടികളെ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. അവരുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളെ പറ്റിയും അതുപോലെ ആർത്തവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റിയൊക്കെ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ പെൺകുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ പെട്ടെന്നൊരു സമയത്താണ് ആർത്തവം സ്റ്റാർട്ട് ചെയ്യുന്നത്. പെൺകുട്ടികൾക്ക് അതൊന്നും അറിയാൻ സാധ്യതയില്ല എന്നുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് പേടിച്ചു പോകാനും അതുപോലെ ഒരുപാട് മെൻ്റൽ ഷോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ നേരത്തെ കൂട്ടി തന്നെ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് അമ്മമാർ എല്ലാ കാര്യങ്ങളും നല്ല ശാസ്ത്രീയമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കൗമാരകാലം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതലും ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു സമയമാണ് കൗമാരകാലം എന്ന് പറയുമ്പോൾ. പെൺകുട്ടികൾക്കാണെങ്കിൽ എല്ലാ കാര്യത്തിലും ഭയങ്കര സംശയങ്ങളായിരിക്കും. സ്വന്തം ശരീരത്തിനെ കുറിച്ചായാലും ചുറ്റുപാട് നടക്കുന്ന കാര്യത്തിനെ കുറിച്ചായാലും എല്ലാത്തിനെ കുറിച്ചും ഒരുപാട് സംശയങ്ങളാണ്. ആ സംശയങ്ങളൊക്കെ തന്നെ എല്ലാ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അമ്മമാരാണ് ഇതെല്ലാം പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇവയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നീട് പറയേണ്ട പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ആർത്തവം ഉണ്ടാകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നമുക്ക് തന്നെ അറിയാൻ സാധിക്കും, സാധാരണയായിട്ട് ആദ്യമായിട്ടൊരു ആർത്തവം ഉണ്ടാകുന്നതിന് മുന്നേ ഒരു 1-2 മാസത്തിന് മുന്നേ അതികഠിനമായിട്ടുള്ള വയറുവേദന ചില കുട്ടികളിൽ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള വയറുവേദന ഇപ്പോൾ പ്രത്യേകിച്ച് ഇൻഡൈജഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആമാശയത്തിൽ മറ്റുള്ള ഇൻഫെക്ഷനോ എന്തെങ്കിലും വന്നിട്ടുള്ള വയറുവേദന അല്ലാതെ പെട്ടെന്ന് ഇപ്പോൾ കൗമാരപ്രായക്കാരിയ ഒരു പെൺകുട്ടി വയറുവേദനയുണ്ട്, അതികഠിനമായ വയറുവേദനയുണ്ട് എന്ന് മനസ്സിലാകുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ അമ്മമാരും തന്നെ അത് മുൻകൂട്ടി അറിയുക. കാര്യം അതിനുശേഷം ഒരു 1-2 മാസത്തിന് ശേഷമോ അല്ലെങ്കിൽ ആ മാസമോ അവർക്ക് ആർത്തവം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അപ്പോൾ തന്നെ ആ പെൺകുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അപ്പോൾ തൊട്ട് തന്നെ ഒരു സാനിറ്ററി പാഡ് അവരുടെ ബാഗിൽ സൂക്ഷിച്ച് വെക്കാനായിട്ട് കൊടുത്തു വിടുക. എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടതെന്ന് നേരത്തെ തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ആ സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് അത് ഇൻഫോം ചെയ്യാനും എങ്ങനെയൊക്കെയാണ് ഇൻഫോം ചെയ്യേണ്ടതെന്നൊക്കെ പെൺകുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ ആർത്തവ കാലത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ മാതാപിതാക്കളും അറിയേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ആർത്തവം തുടങ്ങി ആദ്യത്തെ ഒരു 1-2 വർഷം ചിലപ്പോൾ കറക്റ്റായിട്ട് വരണം എന്നില്ല. അതുപോലെ ചിലപ്പോൾ ആർത്തവ രക്തം പോകുന്നതും കുറച്ച് കൂടുതലായിരിക്കും. നമ്പർ ഓഫ് ഡേയ്സും ഭയങ്കര കൂടുതലായിരിക്കും. സാധാരണയായിട്ടൊരു 4-5 ദിവസമൊക്കെയാണ് ഒരു സ്ത്രീക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ ആർത്തവം തുടങ്ങുന്ന കാലത്ത് ചിലപ്പോൾ 7-8 ദിവസമൊക്കെ നീണ്ടു നിന്നു എന്ന് വരാം, ആദ്യത്തെ ഒരു 2 മാസമൊക്കെ. അതിനുശേഷം അത് കറക്റ്റായി വരികയാണ് ചെയ്യുന്നത്. കൗമാരകാലത്തുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് അനീമിയയാണ്, അതായത് വിളർച്ച. സാധാരണയായിട്ട് പറയുകയാണെങ്കിൽ സ്കൂളിലൊക്കെ കുട്ടികൾ പോകുമ്പോൾ കറക്റ്റ് സമയത്തിന് ആഹാരമൊന്നും കഴിക്കുന്നില്ല, പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒന്നും കഴിക്കുന്നില്ല. അതുപോലെ ആർത്തവ സമയത്ത് ഈ വിളർച്ച അങ്ങ് കൂടാനാണ് ആ സമയത്ത് സാധ്യത ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വിളർച്ച മാറുന്ന തരത്തിലുള്ള ആഹാരങ്ങൾ കൗമാരകാലത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുവേണ്ടി ഇലവർഗ്ഗങ്ങളും പച്ചിലക്കറികളും പഴവർഗ്ഗങ്ങളും നട്ട്സും ഒക്കെ തന്നെ കുട്ടികൾക്ക് കൊടുക്കുക. ഉണക്കമുന്തിരിങ്ങയും നെല്ലിക്കയും പോംഗ്രാനൈറ്റും ഒക്കെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വളർച്ച നന്നായിട്ട് കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് സ്കൂളിൽ തന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, നന്നായിട്ട് ക്ഷീണം ഉണ്ടാകുന്നതായിരിക്കും. പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആർത്തവം തുടങ്ങുന്ന കാലത്ത് നന്നായിട്ട് വയറുവേദനയൊക്കെ പെൺകുട്ടികൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ വയറുവേദനയൊക്കെ മാറ്റാനായിട്ട് എന്തെങ്കിലും ചൂടുവെള്ളം നിറച്ചിട്ടുള്ള ബാഗൊക്കെ വയറിൽ വെക്കാൻ കൊടുക്കുന്നതും അതുപോലെ ഇഞ്ചി ചേർത്തിട്ടുള്ള കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതും ഒക്കെ നല്ലതായിരിക്കും. ആയുർവേദത്തിലുള്ള മരുന്നുകളൊക്കെ ആർത്തവം തുടങ്ങുന്ന കാലത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ആർത്തവം ഒന്ന് ക്രമപ്പെടുത്തി എടുക്കുവാനും അമിത രക്തസ്രാവം ഉണ്ടെങ്കിൽ അവയൊക്കെ ഒന്ന് തടയുവാനും പിന്നെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവയൊക്കെ മാറ്റുവാനായിട്ടൊക്കെ
നല്ലൊരു ആയുർവേദ ഡോക്ടറെ കണ്ടിട്ട് ആർത്തവം തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട് എന്തെങ്കിലും മരുന്നുകളും കൂടെ ഒപ്പം സേവിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അശ്വകാരിഷ്ടം വളരെ മേന്മയുള്ളൊരു മരുന്നാണ് ആർത്തവം തുടങ്ങുന്ന കാലത്ത്. അശ്വകാരിഷ്ടവും കുമാരി അസുഖവും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്തുണ്ടാകുന്ന ആർത്തവ പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് കുറയുന്നതായിരിക്കും. ഇപ്പോൾ ഒരുപാട് വയറുവേദനയൊക്കെ ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ദശമൂലാരിഷ്ടവും അഭയാരിഷ്ടവും ഒക്കെ സ്ഥിരമായിട്ട് കഴിക്കാൻ കൊടുക്കുന്നതും ഒക്കെ തന്നെ ഈ വയറുവേദന പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് വളരെ നല്ലതായിരിക്കും. എന്താണ് ആർത്തവ സമയത്ത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നതെന്ന് എല്ലാ പെൺകുട്ടികൾക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആ സമയത്ത് നമ്മൾ യൂട്രസിലും, അതായത് ഗർഭപാത്രത്തിലും അണ്ടാശയത്തിലും ഒക്കെ നല്ല പൂർണ്ണ വളർച്ച എത്തിയിട്ട് ഒരു കുഞ്ഞുണ്ടാവാനായിട്ടുള്ള രീതിയിൽ ശരീരം സജ്ജമാകുന്നു. അതുപോലെ എങ്ങനെയാണ് ആർത്തവ രക്തം ഉണ്ടാകുന്നതെന്നും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പോൾ ഗർഭപാത്രത്തിൽ എൻഡോമെട്രിയം എന്നുള്ളൊരു പാട ഉണ്ടായി വരുന്നു. ആ പാട നമ്മുടെ ശരീരത്തിലെ ഹോർമോണായിട്ടുള്ള ഈസ്ട്രോജനും പ്രൊജസ്ട്രോണിൻ്റെ ഫലമായിട്ട് കട്ടി കൂടി വന്നിട്ട് ഗർഭധാനം ഉണ്ടാവാൻ എന്ന രീതിയിൽ സജ്ജമാകുന്നു. എന്നാൽ ഗർഭധാനം ഉണ്ടാവാതിരിക്കുന്ന അവസരത്തിൽ ആ എൻഡോമെട്രിയം പൊഴിഞ്ഞ് രക്തമായിട്ട് പുറത്തു പോകുന്നു. ഇവയാണ് സാധാരണയായിട്ട് നമ്മുടെ ശരീരത്തിൽ ആർത്തവമായിട്ട് പോകുന്നത്. ഈ പ്രക്രിയ എന്താണെന്ന് പെൺകുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതിനുശേഷം ആദ്യമായിട്ട് ആർത്തവം ഉണ്ടാകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലത്തെ അരിഷ്ടങ്ങളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വാങ്ങിച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒരുപാട് വയറുവേദനയൊക്കെ ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ട് സ്ഥിരമായിട്ട് വയറുവേദന നീക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സുമാരും ഘൃതവും ഒക്കെ കൊടുക്കുന്നതും, അതുപോലെ ആർത്തവം തീരെ ക്രമമില്ലാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 1-2 കൊല്ലത്തിന് ശേഷമൊന്നും ആർത്തവം ക്രമമായിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് സുമാരം കഷായമോ സപ്തസാരം കഷായമോ അല്ലെങ്കിൽ തന്നൂതരം കഷായം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ശരീര നേച്ചറിനനുസരിച്ചും ആ രോഗത്തിനനുസരിച്ചും ഒക്കെ ഡോക്ടർ നിർദ്ദേശപ്രകാരം കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ആർത്തവ പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് ആയുർവേദ മരുന്ന് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതിനുശേഷം ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കൗമാരകാലത്തിലാണ് ഏറ്റവും കൂടുതൽ ശരീരത്തിന് വളർച്ച നടക്കുന്ന സമയം എന്ന് പറയുന്നത്. ആ സമയത്ത് ബോൺസിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റ് നന്നായിട്ട് നടക്കുന്നു, നീളം വെക്കുന്നതും ഒക്കെ തന്നെ ആ സമയത്താണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് കൊടുക്കുന്ന ന്യൂട്രീഷൻ കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഉടനീളമുള്ള ഒരു പ്രശ്നം ആ കുട്ടിക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരം, അയണും കാൽസ്യവും ഒക്കെ നിറച്ചിട്ടുള്ള ആഹാരം കൊടുക്കാനായിട്ട് പാലുൽപ്പന്നങ്ങളും പയറുവർഗ്ഗങ്ങളും ഇലക്കറികളും മുളപ്പിച്ച പയറും ഒക്കെ തന്നെ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നീട് പെൺകുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ആർത്തവ കാലത്താണ് ഏറ്റവും കൂടുതൽ ഹോർമോൺസിൻ്റെ വ്യതിയാനം വരുന്നതും ഹോർമോൺസൊക്കെ കറക്റ്റ് പ്രവർത്തന സജ്ജമാകുന്നതും. ആ സമയത്ത് ഈസ്ട്രോജനും ഒക്കെ ശരീരത്തിൽ കൂടുതലായിട്ട് ഉണ്ടാകുന്നതുകൊണ്ട് കുട്ടിക്ക് ഒരുപാട് വൈകാരികമായിട്ടുള്ള മാറ്റങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഈസ്ട്രോജൻ ഹോർമോണിൻ്റെയൊക്കെ ആധിക്യം കുട്ടികളുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ അവർക്ക് ഒരുപാട് തന്നെ മാനസികമായിട്ടുള്ള മാറ്റങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്തൊക്കെയാണ് ആദ്യമായിട്ട് പെൺകുട്ടികൾക്ക് ലവ് അഫെയർസൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ അതൊക്കെ നോർമലായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതെല്ലാ അമ്മമാരും മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് തന്നെ പെൺകുട്ടികളുമായി നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് വെക്കാനായിട്ട് അമ്മമാർ ശ്രദ്ധിക്കുക. കാര്യം അവരുടെ ലൈഫിൽ എന്ത് കാര്യങ്ങൾ നടന്നു പോകാനും വീട്ടിൽ വന്ന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം അമ്മമാർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്കാറുള്ള ഒരു പ്രശ്നത്തിലും തന്നെ പെൺകുട്ടികൾ പോയി ചാടുന്നതായിരിക്കില്ല. കാര്യം സാധാരണ ഇപ്പോൾ അമ്മയും അച്ഛനും തമ്മിൽ എന്തെങ്കിലും കലഹങ്ങളോ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അവർ ചിലപ്പോൾ വീട്ടിൽ വന്ന് പറഞ്ഞു ഒന്നും വരില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമ്മമാർക്ക് അതൊന്നും അറിയാൻ പറ്റുന്നതുമല്ല, പെൺകുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാകുന്നതാണ്. അതുപോലെ ഇപ്പോഴത്തെ കാലത്തെന്ന് പറയുമ്പോൾ പീഡനങ്ങളൊക്കെ ഒരുപാട് കൂടി വരുന്നൊരു കാലമാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കൗമാരപ്രായക്കാരത്തിലുള്ള ഒരുപാട് പെൺകുട്ടികൾക്ക് പലരിൽ നിന്നും, ബന്ധുക്കളിൽ നിന്നും, വീട്ടിലുള്ളവരിൽ നിന്നും, പുറമേ നിന്നുള്ളവരിൽ നിന്നും ഒരുപാട് പേരിൽ നിന്ന് പീഡനങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ ഒരു 8 വയസ്സ്, ഒരു 10 വയസ്സൊക്കെ ആയി ഒരു ആർത്തവത്തോട് അടുക്കുന്ന കാലത്ത് തന്നെ പെൺകുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നമ്മുടെ സ്വന്തം ശരീരഭാഗങ്ങളിൽ ഒരു കാരണവശാലും മറ്റുള്ളവരെ തൊടുവാൻ അനുവദിക്കാൻ പാടില്ല എന്നുള്ള കാര്യം പെൺകുട്ടികളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളും എങ്ങനെയൊക്കെ അവർ ചൂഷണം ചെയ്യപ്പെടാം എന്നുള്ള കാര്യത്തിനെയൊക്കെ പറ്റിയൊക്കെ നേരത്തെ തന്നെ പെൺകുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാകാതിരിക്കുന്നതായിരിക്കും. അതുപോലെ ആർത്തവ കാലത്ത് പിന്നീട് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈറ്റിംഗ് ഡിസോർഡേഴ്സാണ്. അതായത് പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ഉള്ള പെൺകുട്ടികളുടെ വിചാരം എന്ന് പറയുമ്പോൾ ആരോഗ്യം എന്ന് പറഞ്ഞാൽ മെലിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അവർ പുറമേയുള്ള ആക്ടേഴ്സിനെ ആയാലും മോഡൽസിനെയൊക്കെ ആയാലും കണ്ടുപഠിച്ചിട്ട് എപ്പോഴും നല്ല സ്ലിം ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കൂട്ടരാണ് ഇപ്പോൾ ഉള്ള പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ. അപ്പോൾ അവരെന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൗമാരകാലത്തിൽ ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കുന്നില്ല.
പല ഈറ്റിംഗ് ഡിസോർഡേഴ്സും അവർക്ക് വരുന്നു. ഈറ്റിംഗ് ഡിസോർഡേഴ്സ് നമ്മൾ പലതരത്തിലുണ്ട്. അനോറെക്സിയ നെർവോസ, അനോറെക്സിയ ബുലിമിയ, ബിഞ്ച് ഈറ്റിംഗ് ഡിസീസ്, അങ്ങനെ പലതരത്തിലുള്ള ഈറ്റിംഗ് ഡിസീസ് ഉണ്ട്. അതിൽ അനോറെക്സിയ നെർവോസ എന്ന് പറയുമ്പോഴത്തേക്കിനും അവർ ആഹാരം ഒന്നും തീരെ കഴിക്കാതിരിക്കുക, ഫാസ്റ്റിംഗ് എടുക്കുക. അപ്പം സമയാസമയങ്ങളിൽ നമ്മൾ ആഹാരമൊക്കെ സ്കൂളിലൊക്കെ കൊടുത്തു വിട്ടാലും അവരതൊന്നും കഴിക്കാതിരിക്കുക. എന്നിട്ട് അതിൻ്റെ ഫലമായിട്ട് അവർ നന്നായിട്ട് മെലിഞ്ഞ് വരിക, ശരീരം ശോഷിക്കുക, സ്കൂളിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ആർത്തവം ക്രമമായിട്ട് വരുന്നില്ല, ആർത്തവ രക്തത്തിൻ്റെ അളവ് കുറയുന്നു, അങ്ങനെ പലതരത്തിലുള്ള സിംറ്റംസ് വരുന്നു. അതുപോലെ അവർക്ക് ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കൗമാരകാലത്താണ് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് നടക്കുക എന്നുള്ളത്. അപ്പോൾ ഈ സമയത്ത് ഈ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നീട് അങ്ങോട്ടുള്ള വളർച്ചേനെ അത് ബാധിക്കുന്നതായിരിക്കും. ബുലീമിയ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഈറ്റിംഗ് ഡിസോർഡർ ഉണ്ട്. അതിലെന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ആഹാരം കഴിച്ചതിന് ശേഷം അത് ഛർദ്ദിച്ച് കളയാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വയറിളകാനുള്ള മരുന്നോ വല്ലതും കഴിച്ചിട്ട് അത് വയറിളക്കി കളയുന്നു. ഇങ്ങനത്തെ ഡിസീസും കാണാറുണ്ട്. അതുപോലെ ബിഞ്ച് ഈറ്റിംഗ് ഡിസീസ് എന്ന് പറഞ്ഞിട്ട് ഒരു അസുഖമുണ്ട്. എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളോ ഒക്കെ വരുമ്പോൾ ഒരുപാട് ഫുഡ് അവർക്ക് ആവശ്യമുള്ളതിനെക്കാട്ടി കൂടുതൽ ഒരുപാട് ഫുഡ് കഴിച്ചുകൊണ്ടേ ഇരിക്കുക. അതിൻ്റെ ഫലമായിട്ടും ഇതുപോലത്തെ ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. അതിനാൽ ഈ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഏതെങ്കിലും പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കൗമാരപ്രായത്തിലെ പെൺകുട്ടികൾ കൊണ്ടോ എന്നുള്ളത് അമ്മമാർ മനസ്സിലാക്കുക. അവരുടെ ഫുഡിൻ്റെ കാര്യത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കാം, നന്നായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് അവരെ ശീലിക്കുക. അതുപോലെ വ്യായാമവും ഏറ്റവും കൂടുതൽ വേണ്ടുന്ന ഒരു സമയമാണ്. വ്യായാമം എന്ന് പറയുമ്പോൾ ദിവസവും നടക്കാനൊക്കെ പുറത്ത് പോകാൻ പറ്റുന്നവരാണെങ്കിൽ കുറച്ച് നടക്കാനൊക്കെ പോകുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ വീടിന് ചുറ്റും തന്നെ നടക്കുക. പെൺകുട്ടികൾക്ക് പറ്റുന്ന നല്ലൊരു വ്യായാമമാണ് സ്കിപ്പിംഗ് എന്ന് പറയുന്നത്. ഒരു സ്കിപ്പിംഗ് റോപ്പ് വാങ്ങിച്ചു കൊടുത്തിട്ട് സ്കിപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ ഡാൻസിങ് ഒക്കെ ചെയ്യുന്നതും വളരെ നല്ലതാണ്, നല്ലൊരു വ്യായാമമാണ്. അപ്പം ഡാൻസിങ് ചെയ്യാനായിട്ടൊക്കെ ശീലിപ്പിക്കുക. പിന്നീട് ആർത്തവ പ്രശ്നങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ കൗമാരകാലത്തിൽ തന്നെ പെൺകുട്ടികൾക്ക് PCODയുടെ പ്രശ്നം, അതായത് പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുള്ള അസുഖം വന്ന് കാണാറുണ്ട്. അതിനാൽ അങ്ങനത്തെ എന്തെങ്കിലും ഇപ്പോൾ ഒരുപാട് നാൾ കണ്ടിന്യൂസ് ആയിട്ട് ആർത്തവം വരുന്നില്ല, മുഖത്തൊക്കെ മുഖക്കുരു പോലെ വരുന്നു, കഴുത്തിന് ചുറ്റിനും കറുപ്പ് നിറം വരുന്നു, മുഖത്ത് രോമ വളർച്ച കൂടുന്നു, ഒരുപാട് വണ്ണം കൂടുന്നു, ഇവയൊക്കെയാണ് സാധാരണയായിട്ടും ഈ PCODയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇവയൊക്കെ തന്നെ കൗമാരകാലത്തിൽ തന്നെ വരാൻ സാധ്യതയുണ്ട്. അതിനാൽ അവയൊക്കെ ഉണ്ടോ എന്നുള്ളത് നേരത്തെ മനസ്സിലാക്കുക. കാര്യം അങ്ങനെയുള്ള കുറച്ചുകൂടെ വ്യായാമമൊക്കെ നന്നായിട്ട് ചെയ്യേണ്ടി വരും. യോഗാസനങ്ങളൊക്കെ കുട്ടികളെ ശീലിപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും. PCODയുടെ പ്രശ്നമോ ഒക്കെ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. കൗമാരകാലത്തിൽ പ്രധാനമായിട്ടും പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് അമ്മമാർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ്. മാനസികമായിട്ട് നല്ലൊരു സപ്പോർട്ട് കൊടുക്കേണ്ട സമയമാണ് കൗമാരകാലം എന്ന് പറയുന്നത്. അതുപോലെ ചുറ്റുപാടും ഇപ്പം അവർക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ മറ്റുള്ളവരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നതിന് പകരം സ്വന്തം അമ്മയിൽ നിന്ന് തന്നെ എല്ലാം മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ പല കുഴികളിലും അവർ ചെന്ന് വീഴുന്നതും അതുപോലെ തന്നെ പല പ്രശ്നങ്ങളുണ്ടാകുന്നതും അതുപോലെ ശാസ്ത്രീയമായിട്ടുള്ളൊരു അറിവ് തന്നെ അവർക്ക് കിട്ടാനും ഒക്കെ പറ്റുന്നതായിരിക്കും. ശുചിത്വത്തോടു കൂടി ഇരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് കൂടി പറഞ്ഞു കൊടുക്കുക. കറക്റ്റ് സമയത്തിന് സാനിറ്ററി നാപ്കിൻ മാറ്റുന്നതിനെ പറ്റിയും എങ്ങനെയൊക്കെ കുളിച്ച് വൃത്തിയാകണം, എന്തൊക്കെ കാര്യങ്ങളാണ് വൃത്തിയോടുകൂടി ഇരിക്കാൻ ചെയ്യേണ്ടത്, ഇവയൊക്കെ തന്നെ പെൺകുട്ടികൾക്ക് ഈ സമയത്ത് മാതാപിതാക്കൾ നന്നായിട്ട് പറഞ്ഞു കൊടുക്കുക. ഇവയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൗമാരകാലത്തുണ്ടാകുന്ന സംശയങ്ങളൊക്കെ മാറ്റിയിട്ട് നല്ലൊരു കാലമാക്കി മാറ്റാൻ പറ്റുന്നതാണ്.